ആ ഇതാര് സാരളയോ? വാ ഇരിക്ക്. എന്തുണ്ട് വിശേഷം? ഞാനിങ്ങനെ തുണി മടക്കുമായിരുന്നു. ഇരിക്കുന്നേ. മോള് റൂമിലുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു റൂമിൽ ഇരുന്നോ, ഇങ്ങോട്ട് ഇറങ്ങിയേ വരണ്ട, കുറേ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നേ. മോളെ, അമ്മായി വന്നിട്ടുണ്ടേ. ശരി ശരി. വാ ചായ എടുക്കാം. അവൾ വന്നിട്ട് എന്തിനാ ചായ എടുക്കുന്നേ? ഞാൻ എടുത്താൽ പോരെ. വാ. മോളെ എണീറ്റില്ലേ? എന്നെ പറ്റി വയ്യേ? ഓ, പീരീഡ്സ് ആയോ? എന്നാൽ കിടന്നോ. ഞാൻ ചായ എടുത്തോണ്ട് വരാവേ. ഇതാ ചായ കുടിക്ക്. ചായ കുടിച്ചിട്ട് കിടന്നോ കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. പിള്ളേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അമ്മയ്ക്ക് തീരെ വയ്യ. ഇന്ന് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടാ. അമ്മയ്ക്ക് വയറുവേദനയാ. അപ്പം അമ്മ റെസ്റ്റ് എടുത്തോട്ടെ. ഓക്കെ, കം. മോൻ കിടന്നോ കേട്ടോ. ഞാൻ കഴിക്കാനുണ്ടാക്കിയിട്ട് വിളിക്കാം. മോളെ വാ, ചോറുണാ. കോള് വരുന്നുണ്ടല്ലോ. ഹലോ. കുഞ്ഞിനെ കാണാൻ പോവാണോ? ഞാനോ? ഇല്ല, ഞാനിന്ന് വരുന്നില്ല. അത് മോൾക്കിന്ന് പീരീഡ്സ് ആയേ. ഇപ്പോൾ ഫസ്റ്റ് ഡേയാണ്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര വയറുവേദന ആയതുകൊണ്ട് ഞാനില്ലെങ്കിലേ കൊച്ചുങ്ങളെ നോക്കണം. അവൾ എന്തെങ്കിലും ഇപ്പോൾ അടുക്കളയിൽ കയറുകയൊക്കെ ചെയ്യും. വയറുവേദനയല്ലേ? അത് സാരമില്ല. ഞാൻ പിന്നെ പൊക്കോളാം. അവരെപ്പോഴും അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പോയിട്ടോ. അതൊന്നും സാരമില്ല. നീ കിടക്ക്. ഞാൻ ചോറ് വിളമ്പം വാ കഴിക്കാട്ടാ. എന്താ ഏട്ടത്തി, മോൾക്ക് വണ്ണം കൂടിയോ? അതിനിപ്പോൾ എന്താ, അവൾ 2 പ്രസവിച്ചു. ഈ 2 പ്രസവം അതും സിസേറിയനായിരുന്നു. എന്ത് കഷ്ടമുണ്ട്. നമുക്ക് കഷ്ടം അറിയത്തില്ല. നമ്മൾ നോർമൽ ഡെലിവറി അല്ലേ. സിസേറിയന് വെട്ടിമുറിച്ച് അതൊക്കെ വലിയ കഥയാണ്. അതൊന്നും ഏട്ടത്തിക്ക് അറിയണ്ട. പക്ഷേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വണ്ണമൊക്കെ കൂടും. അതിനൊക്കെ എന്നാ കുഴപ്പം? അത് അവൾക്ക് സമയം പോലെ മാറ്റേണ്ട. അപ്പോൾ അവൾ മാറ്റിക്കോളും. ഏട്ടത്തി വാ കഴിക്കാം. ഊണൊക്കെ കൊള്ളായിരുന്നു ഏട്ടത്തി. എന്താ ഏട്ടത്തി? അതിനിപ്പോൾ എന്താ? നമുക്കറിയത്തില്ലേ നമ്മുടെ സമയത്തൊക്കെ ഇതിനൊക്കെ എന്ത് വേദനയാണ്. അപ്പം നമ്മൾ ഓർത്ത് കാണില്ലേ. ഞാൻ ഓർത്തിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് സഹായിക്കുമായിരുന്നെങ്കിൽ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് കിടക്കായിരുന്നു എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ. നമുക്കങ്ങനെ കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് അതൊന്നും കൊടുക്കേണ്ടതുണ്ടോ? എന്തുണ്ടെങ്കിലും ഒറ്റയ്ക്കല്ല, നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയല്ലേ വേണ്ടത്. അവർ ജീവിക്കട്ടെ നീ സന്തോഷത്തോടെ. ഏട്ടത്തി ഒന്നും മിണ്ടായിരിക്കും. മോളെ പറ. വേദന കുറവുണ്ടോ? ഇല്ലേ? സാരമില്ല, 2 ദിവസം ഉണ്ടാവും അല്ലേ. എന്തെങ്കിലും കഴിക്കാൻ വേണോ? ചോക്ലേറ്റൊക്കെ ഫ്രിഡ്ജില്ല. എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ എടുത്തോണ്ട് വരാവേ. പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്താ പറ്റി? ഇന്നലെ എന്തോ ഭയങ്കര ബഹളം കേട്ടല്ലോ. ഞാൻ പിന്നെ അന്നേരം വരാതിരുന്ന അങ്ങനെ ഇപ്പോൾ ഇടപെടണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എന്ത് പറ്റി? അവർ ജോലിക്ക് പോകാത്തതിന് വഴക്ക് പറഞ്ഞോ? മോക്കെന്താ തോന്നുന്നത് ജോലിക്ക് പോവാത്തതിന്? കൊച്ചിന് സാരമില്ല, അതൊന്നും ഒരു സാരമില്ല. മോൾക്ക് എന്താണോ മനസ്സിൽ നല്ലതെന്ന് തോന്നിയത് അത് തന്നെ ചെയ്യുക. നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കണ്ട. മോൾക്ക് എന്താണോ തോന്നുന്നത്, മോൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ എന്ത് കുറച്ച് നാളൊന്ന് ഗ്യാപ്പ് വേണം, ഓക്കെ. അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണം, ഓക്കെ. എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെയുണ്ട്. പേടിക്കേ വേണ്ട. അവരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറ. ഇത് എൻ്റെ ലൈഫാണെന്ന് പറ. ഒന്നും പേടിക്കണ്ട. ആര് സപ്പോർട്ടില്ലേലും ഞാൻ സപ്പോർട്ടില്ലേ, അതുപോരെ. ഇപ്പോൾ വാ എനിക്ക് പായസം ഉണ്ടാക്കി തരട്ടെ. മധുരം കഴിക്കുമ്പോൾ തോന്നുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കണോ? എന്നാ വേണ്ടേ? ഉണ്ടാക്കാം, വാ. ഇതെന്താടാ പിള്ളേർക്കാ? 2 ഉള്ളോ? അപ്പോൾ ഇവക്കോ? അതൊന്നും പറഞ്ഞാൽ ശരിയാവേല. അതുപോലെ തന്നെ ഇവക്കും മേടിക്കണം. ഇന്നത്തേക്ക് ക്ഷമിച്ചു. നാളെ 3 എണ്ണം കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലേ? അവളെന്നാ വലുതായത്? അവളത്ര വലുതൊന്നും അല്ല കേട്ടാ. അതൊക്കെ എൻ്റെ മാനി ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നീ ഇപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം.
വേഗം പോയി മേടിച്ചിട്ട് വാ.